മുത്തുച്ചിപ്പിയെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ചിപ്പിക്കുള്ളിൽ വീഴുന്ന അറിയാതെ പെട്ടുപോകുന്ന മഴത്തുള്ളിയാണ് മുത്തായി തീരുന്നതെന്ന് കവികൾ വിഭാവനം ചെയ്യുന്നു. യഥാർത്ഥത്തിൽ അത് സത്യമാണോ? സംഭവ്യമാണോ? കാരണം കടലിന്റെ അടിയിൽ താമസിക്കുന്ന, കടലിന്റെ അടിയിൽ ജീവിക്കുന്ന മുത്തുച്ചിപ്പിയുടെ ഉള്ളിൽ എങ്ങനെയാണ് മഴത്തുള്ളി വീഴുക? എന്നാൽ സാഹിത്യമായതുകൊണ്ട് നമുക്കിത് സമ്മതിക്കാം, കാരണം ഭാവനയ്ക്ക് അതിരുകളില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ മുത്തുച്ചിപ്പിക്കുള്ളിൽ മുത്തുണ്ടാവുന്നത് എങ്ങനെയാണ് കൃത്യമായ ഉരുണ്ട രൂപം അതിനുണ്ടാവുന്നത്? വർണ്ണവൈവിധ്യം ഉണ്ടാവുന്നത് എങ്ങനെയാണ്? മുത്തുച്ചിപ്പിയെക്കുറിച്ചും അതിനുള്ളിൽ മുത്തുണ്ടാകുന്നത് എങ്ങനെയെന്നുമാണ് നമ്മൾ ഇന്ന് വിശദമായി നോക്കാൻ പോകുന്നത്. നമസ്കാരം, ചെറുതല്ല കാര്യത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മൊളസ്കുകൾ അഥവാ കക്ക വർഗത്തിൽപ്പെടുന്നതാണ് പേൾ ഓയിസ്റ്റർ എന്ന ജീവി. ശുദ്ധജലത്തിലും കടൽ ജലത്തിലും കക്ക വർഗത്തിലുള്ള ജീവികൾ ധാരാളം കാണപ്പെടുന്നുണ്ട്. പുറന്തോട് ഉള്ളതും ഇല്ലാത്തതുമായ കക്ക വർഗ്ഗങ്ങളുണ്ട്. ഉദാഹരണത്തിന് കണവ എന്ന ജീവി ഉൾപ്പെടുന്നതും കക്ക വർഗത്തിലാണ്. പക്ഷെ അതിന് പുറന്തോടില്ല എന്ന് പ്രത്യേകം ഓർക്കുമല്ലോ. എന്നാൽ പുറന്തോട് ഉള്ള കക്കകളിൽ തന്നെ രണ്ടു തരമുണ്ട്, ബൈവാൽവിയ എന്നും യൂണിവാൽവിയ എന്നും. പരസ്പരം അടഞ്ഞിരിക്കുന്ന രണ്ട് ഷെല്ലുകൾ, രണ്ട് പുറന്തോടുള്ളവയാണ് ബൈവാൽവിയ എന്നറിയപ്പെടുന്നത്. നമ്മൾ സാധാരണ കാണുന്ന കക്കയെല്ലാം ഈ കൂട്ടത്തിൽപ്പെടുന്നതാണ്. എന്നാൽ രണ്ട് തോടുകൾക്ക് പകരം ഒരൊറ്റ ഷെല്ലുള്ള കക്കകളുമുണ്ട്. ശംഖ്, നമ്മുടെ തോടുകളിലും മറ്റും കാണുന്ന അട്ടക്കക്ക എന്നറിയപ്പെടുന്ന ആപ്പിൾ സ്നെയിൽ, ഇതെല്ലാം ഇതിന് ഉദാഹരണങ്ങളാണ്. ഈ കൂട്ടത്തിൽ ബൈവാൽവിയ എന്ന ഗണത്തിലാണ് പേൾ ഓയിസ്റ്ററുകൾ, മുത്തുച്ചിപ്പികൾ പെടുന്നത്. കാരണം അവയ്ക്ക് രണ്ട് തോടുകൾ ഉണ്ട്. ഇതിൽ പ്രമുഖരായ മുത്തുച്ചിപ്പികൾ കടലിൽ കാണപ്പെടുന്നവയാണ്. അവ ഉൾപ്പെടുന്നത് പിങ്ക്ടാഡ എന്ന ജീനസിലാണ്. പിങ്ക്ടാഡ മാർജന്റിഫറ, പിങ്ക്ടാഡ മാക്സിമ, പിങ്ക്ടാഡ ഫ്യൂക്കേറ്റ എന്നിവയാണ് പ്രധാനപ്പെട്ട കടൽവാസികളായ പേൾ ഓയിസ്റ്ററുകൾ. വാണിജ്യാടിസ്ഥാനത്തിലുള്ള മുത്തുകൾ ഉൽപ്പാദിപ്പിക്കുന്നതോ അല്ലെങ്കിൽ നാച്ചുറലായി കിട്ടുന്നതോ ഇവയിൽ നിന്നുള്ളതാണ്. വാണിജ്യാടിസ്ഥാനത്തിലുള്ള വില കിട്ടുന്ന മുത്തുകൾ ഉൽപ്പാദിപ്പിക്കുന്നവ ഇവയാണ്. കക്കയുടെ തോടുകൾ അടച്ചു നോക്കിയാൽ അതിനുള്ളിൽ മാംസളമായ ഒരു ഭാഗം കാണും. യഥാർത്ഥത്തിൽ അതാണ് കക്ക എന്ന ജീവി. ആ ജീവിയെ സംരക്ഷിക്കാനുള്ള പുറം കവചമാണ് ഈ രണ്ട് തോടുകൾ, രണ്ടോ അല്ലെങ്കിൽ ഒന്നോ ആയി കാണപ്പെടുന്ന ഷെല്ലുകൾ. വളരെ വിചിത്രമായ ശരീരഭാഗത്തോടു കൂടിയതും അതുപോലെ ജീവിത രീതിയോടും കൂടിയതാണ് കക്കകൾ. അതോടൊപ്പം തന്നെ സമുദ്രത്തിന്റെ ആവാസ വ്യവസ്ഥ പരിപാലിക്കുന്നതിൽ കക്ക വർഗത്തിലുള്ള ജീവികൾക്ക് പ്രത്യേകമായ പങ്കുമുണ്ട്. ഉഷ്ണമേഖലാ സമുദ്രത്തിൽ അഥവാ ട്രോപ്പിക്കൽ ഓഷൻസിൽ, കടലുകളിൽ അധികം ആഴമില്ലാത്ത ഭാഗത്ത് പാറകളിലോ അല്ലെങ്കിൽ പവിഴപ്പുറ്റുകളിലോ പറ്റിപ്പിടിച്ചിരിക്കുന്ന രീതിയിലാണ് മുത്തുച്ചിപ്പികളെ അഥവാ പേൾ ഓയിസ്റ്റേഴ്സിനെ കാണപ്പെടുന്നത്. നല്ല വാട്ടർ സർക്കുലേഷനുള്ള, ഓക്സിജൻ സപ്ലൈ ഉള്ള, പ്ലാങ്ക്ടണുകൾ ധാരാളം വളരുന്ന ജലത്തിലാണ് ഇവർ സാധാരണ കാണപ്പെടുന്നത്. അതോടൊപ്പം തന്നെ സമുദ്രത്തിന്റെ താപനില 20 മുതൽ 30 ഡിഗ്രി സെൽഷ്യസ് വരെയാണ് ഇഷ്ടപ്പെടുന്നത്. മറ്റ് കക്ക വർഗ്ഗങ്ങൾ അല്പം കലങ്ങി മറിഞ്ഞ് വെള്ളത്തിൽ താമസിക്കാൻ ഇഷ്ടപ്പെടുമ്പോൾ പേൾ ഓയിസ്റ്ററുകൾ ധാരാളം വെളിച്ചം കിട്ടുന്ന, ന്യൂട്രിയന്റുകൾ ധാരാളമുള്ള, തെളിഞ്ഞ സമുദ്രഭാഗങ്ങളിൽ താമസിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ്. ടെക്നിക്കലി പറയുകയാണെങ്കിൽ കക്ക വർഗത്തിൽപ്പെടുന്ന പുറന്തോടുള്ള എല്ലാ ജീവികൾക്കും, അത് സ്കാലപ്പ്, ക്ലാം, മസൽ എന്നിവ ആർക്കാണെങ്കിലും മുത്ത് ഉൽപ്പാദിപ്പിക്കാനുള്ള കഴിവ് ഉണ്ടെന്ന് വേണം പറയാൻ. എന്നാൽ ജെം ക്വാളിറ്റിയിലുള്ള മുത്തുകൾ അഥവാ മാർക്കറ്റിൽ നല്ല വില കിട്ടുന്ന മുത്തുകൾ ഉൽപ്പാദിപ്പിക്കുന്ന ജീനസുകൾ വളരെ ചുരുക്കം മാത്രമേ ഉള്ളൂ. പിങ്ക്ടാഡ, ടെറിയ, അതുപോലെ ശുദ്ധജല ജീനസായ ഹൈറിയോപ്സിസ് എന്നിവയെല്ലാമാണ് ഈ കൂട്ടർ. ഈ മൂന്ന് കൂട്ടറിൽ നിന്നാണ് നേരത്തെ പറഞ്ഞതുപോലെ ജെം ക്വാളിറ്റിയുള്ള മുത്തുകൾ ലഭിക്കുന്നത്. തോട് ഉള്ള മറ്റ് കക്കകൾ ഉൽപ്പാദിപ്പിക്കുന്ന മുത്തുകൾ ഷേപ്പ് ഇല്ലാത്തവയോ നിറമില്ലാത്തവയോ തിളക്കമില്ലാത്തവയോ ഒക്കെ ആയിരിക്കും. പുറന്തോടുള്ള എല്ലാത്തരം കക്ക വർഗത്തിലുള്ള ജീവികൾക്കും മുത്ത് ഉൽപ്പാദിപ്പിക്കാൻ കഴിയുമെങ്കിൽ മുത്ത് എന്ന് പറയുന്നത് സത്യത്തിൽ എന്താണ്? എന്തുകൊണ്ട് മുത്തുച്ചിപ്പി ഉൽപ്പാദിപ്പിക്കുന്ന ചില പ്രത്യേക ജീനസുകൾ ഉൽപ്പാദിപ്പിക്കുന്ന മുത്തിന് മാത്രം പ്രത്യേകമായ നിറവും ആകൃതിയും വിലയും ലഭിക്കുന്നു? ഇതറിയണമെങ്കിൽ മുത്തുച്ചിപ്പി എന്ന ജീവിയുടെ ശരീരത്തെക്കുറിച്ചും അതിന്റെ തോടിനെക്കുറിച്ചും ഒരു വ്യക്തമായ ധാരണ നമുക്കുണ്ടാവണം. നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, കക്കയുടെ പുറന്തോട് പൊളിച്ചു നോക്കുമ്പോൾ അതിനുള്ളിൽ കാണുന്ന മാംസളമായ ഭാഗമാണ് യഥാർത്ഥത്തിൽ ആ ജീവി, കക്ക എന്ന് പറയുന്ന ജീവി. ഈ ജീവിയുടെ പ്രധാനപ്പെട്ട ചില ശരീരഭാഗങ്ങൾ നമുക്കൊന്ന് നോക്കാം. ആദ്യമായി അതിന്റെ വിസറ, അതായത് അതിന്റെ ഫുൾ ബോഡി. അതിന്റെ ഉള്ളിലാണ് അവയുടെ പ്രധാനപ്പെട്ട ശരീരഭാഗങ്ങൾ എല്ലാം ഉൾപ്പെടുന്നത്. വായ, വയറ്, ഹൃദയം എന്നിവയെല്ലാം. വിസറയുടെ താഴെ ഒരു പ്രധാനപ്പെട്ട മസിലുണ്ട്, അതാണ് അതിന്റെ ഫൂട്ട് എന്നറിയപ്പെടുന്നത്. ഫൂട്ട് എന്ന ഈ ഭാഗം ഉപയോഗിച്ചുകൊണ്ടാണ് കക്കകൾ മണ്ണിലൂടെ ചലിക്കുന്നത്. വിസറയുടെ, അതായത് ശരീരത്തിന്റെ തൊട്ട് മുകളിലായി ഇരുവശത്തും ഗിൽസ് അഥവാ ചെകിളപ്പൂക്കൾ ഉണ്ടാകും. മത്സ്യങ്ങൾക്കുള്ളതുപോലെയാണ് ധരിക്കരുത്. ഇരുന്നാലും മത്സ്യങ്ങളിലെ പോലെ തന്നെ ശ്വസനം നടക്കാൻ ഇവയ്ക്കും ഗിൽസ് തന്നെയാണ് ആവശ്യം. ഇനിയാണ് പ്രധാനപ്പെട്ട ശരീരഭാഗം വരുന്നത്. ഗിൽസിനെയും ശരീരത്തെയും അപ്പാടെ മൂടിക്കൊണ്ട് രണ്ടു വശത്തുമായി ഒരു നേർത്ത തോല് പോലെ ആവരണമുണ്ട്. ഇതാണ് മാൻഡിൽ എന്ന് പറയുന്നത്. ഇതിന്റെയും മുകളിലാണ് പുറന്തോടുകൾ വരുന്നത്. ഒരു കക്ക ജനിക്കുമ്പോൾ, അതായത് അണ്ഡവും ബീജവും തമ്മിൽ ചേർന്ന് ഫെർട്ടിലൈസായി ഒരു ഭ്രൂണമുണ്ടായി അത് ലാർവൽ സ്റ്റേജിലേക്ക് എത്തി കക്കയായി മാറുമ്പോൾ അതിന് തോട് ഉണ്ടാവുകയില്ല. പിന്നീട് മാൻഡിലാണ് തോടുകൾ ഉൽപ്പാദിപ്പിക്കാനുള്ള കാൽഷ്യം കാർബണേറ്റ് പുറപ്പെടുവിക്കുന്നത്. ചുരുക്കത്തിൽ കക്കയുടെ പുറന്തോട് ഉണ്ടാക്കുന്നത് മാൻഡിലാണ് എന്ന് മനസ്സിലാക്കണം. മാൻഡിൽ ഉൽപാദനത്തിലൂടെ ഉണ്ടായി വരുന്ന കക്കയുടെ പുറന്തോടിനും പ്രത്യേകതയുണ്ട്.
കക്കത്തോടിന്റെ ഏറ്റവും മുകളിൽ കാണുന്ന ആ പരിപരുത്ത ഭാഗത്തിനെ വിളിക്കുന്നത് പെരിയോസ്ട്രക്കം എന്നാണ്. ഇതാണ് യഥാർത്ഥത്തിൽ കക്ക എന്ന ജീവിയുടെ ഒരു പ്രൊട്ടക്റ്റീവ് ലെയർ. അതിന് താഴെ പ്രിസ്മാറ്റിക് ലെയർ. ഒന്നിനു മുകളിൽ ഒന്നായി കാൽഷ്യം കാർബണേറ്റ് പാളികൾ അടുക്കി വെച്ചതുപോലെയാണ് പ്രിസ്മാറ്റിക് ലെയർ കാണുന്നത്. ഇതാണ് രണ്ടാമത്തെ ലെയർ. കക്കത്തോടിന്റെ ഏറ്റവും ഉള്ളിലുള്ള, അതായത് മൂന്നാമത്തെ ഭാഗമാണ് നേക്രിയസ് ലെയർ. കക്കയുടെ തോടിനുള്ളിൽ താമസിക്കുന്ന ജീവിയുമായി ഏറ്റവും അധികം കോണ്ടാക്ട് വരുന്നത് ഈ നേക്രിയസ് ലെയർ ആണ്. കാൽഷ്യം കാർബണേറ്റിന്റെ ഒരു വകഭേദമായ അരാഗോണൈറ്റും കോൺകയോളിൻ എന്ന പ്രോട്ടീനും ചേർന്നതാണ് ഈ ഭാഗം. മിനുസമുള്ള തിളക്കമാർന്ന ഈ പ്രതലത്തിന് മദർ ഓഫ് പേൾ എന്നൊരു പേര് കൂടിയുണ്ട്. നേക്രിയസ് ലെയർ അഥവാ മദർ ഓഫ് പേൾ എന്ന തിളക്കമേറിയ മിനുസമുള്ള ഈ ഭാഗം ഉൽപ്പാദിപ്പിക്കുന്നതും യഥാർത്ഥത്തിൽ മാന്റിൽ തന്നെയാണ്. വളരെ ഡെലിക്കേറ്റായ അഥവാ ദുർബലമായ കക്ക എന്ന ജീവിക്ക് തോടിനുള്ളിലായിരിക്കുമ്പോൾ മറ്റ് ഇറിറ്റേഷൻ ഒന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയാണ് നേക്രിയസ് ലെയർ എന്ന ഈ തിളക്കമുള്ള മിനുസമുള്ള ലെയർ മാന്റിൽ ഉൽപ്പാദിപ്പിക്കുന്നത്. ഇത്രയും മനസ്സിലായി എങ്കിൽ എങ്ങനെയാണ് ചിപ്പിയുടെ ഉള്ളിൽ മുത്തുണ്ടാകുന്നത് എന്ന് നമുക്ക് നോക്കാം. യഥാർത്ഥത്തിൽ മുത്തുച്ചിപ്പി ഒരു മുത്ത് അതിന്റെ ഉള്ളിൽ ഉണ്ടാക്കുന്നത് ഒരു ഡിഫെൻസീവ് മെക്കാനിസം ആണെന്ന് പറയാം. ചിലപ്പോഴെങ്കിലും ഈ ജീവിയുടെ തോടുകൾക്കുള്ളിൽ അവയ്ക്ക് അലോസരം ഉണ്ടാക്കുന്ന ചില വസ്തുക്കൾ കടന്നു ചെല്ലും. അതൊരു പക്ഷേ പാരസൈറ്റ് ജീവിയാവാം, അതല്ലെങ്കിൽ ചിലപ്പോൾ മണൽത്തിരിയാവാം. അങ്ങനെ എന്തെങ്കിലും ഒരു വസ്തു മാന്റിലിന്റെയും ഷെല്ലിന്റെയും ഇടയിലെത്തിയാൽ അത് ഈ ജീവിക്ക് ഒരു ഇറിറ്റേഷൻ ഉണ്ടാക്കും. നമ്മുടെ ശരീരത്ത് എന്തെങ്കിലും ഒരു വസ്തു വീണാൽ നമുക്കതിനെ എടുത്തു കളയാം നമ്മുടെ കൈകൊണ്ട്, അല്ലെങ്കിൽ നമുക്ക് ചൊറിയാം. എന്നാൽ കക്ക എന്ന ജീവിക്ക് കൈകാലുകളില്ലാത്തത് കൊണ്ട് അവയുടെ ഉള്ളിൽപ്പെട്ട വസ്തുവിനെ എടുത്തു മാറ്റാനോ അല്ലെങ്കിൽ ആ ഇറിറ്റേഷൻ വന്ന ഭാഗത്ത് ചൊറിയാനോ നമ്മളെ പോലെ പറ്റുകയില്ല. അതുകൊണ്ട് തന്നെ ആ വസ്തു മൂലം ഉണ്ടാകുന്ന ഇറിറ്റേഷൻ, അലോസരം ഒഴിവാക്കാനുള്ള വഴിയാണ് മുത്ത് ഉൽപ്പാദിപ്പിക്കുക എന്നുള്ളത്. എങ്ങനെയാണെന്നല്ലേ പറയാം. ഒരു പുറം വസ്തു, അതൊരു പക്ഷേ ഒരു പാരസൈറ്റോ അല്ലെങ്കിൽ മണൽത്തരിയോ എന്തെങ്കിലും ഒന്ന് പേൾ ഓയിസ്റ്ററിന്റെ ഉള്ളിൽ വന്ന് പെട്ടു എന്ന് സങ്കല്പിക്കുക. നേരത്തെ പറഞ്ഞതുപോലെ അത് ആ ജീവിക്ക് അലോസരം ഉണ്ടാക്കും. അങ്ങനെ ഒരു വസ്തു പേൾ ഓയിസ്റ്ററിന്റെ ഉള്ളിൽ വന്ന് പെട്ടാൽ ഉടൻ തന്നെ ഈ ജീവി മാന്റിലിന്റെ പുറം ഭാഗത്തുള്ള കോശങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ആ വസ്തുവിന് ചുറ്റും ഒരു ആവരണം തീർക്കും. അതിനെ പേൾ സാക്ക് എന്നാണ് പറയുക. ഡിഫെൻസീവ് മെക്കാനിസത്തിന്റെ അല്ലെങ്കിൽ ഇറിറ്റേഷൻ കുറയ്ക്കാനുള്ള ആദ്യ പടിയാണ് പേൾ സാക്കിന്റെ ഫോർമേഷൻ. പേൾ സാക്ക് ഉണ്ടായിരിക്കുന്നത് മാന്റിലിന്റെ കോശങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ്. അപ്പോൾ മാന്റിൽ ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളും ഈ പേൾ സാക്കിനും ചെയ്യാൻ പറ്റുമെന്ന് ഓർക്കുക. പേൾ സാക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ ആ കോശങ്ങൾ ഒരു പ്രോട്ടീൻ ഉൽപ്പാദിപ്പിക്കും. കോൺകയോളിൻ എന്നാണ് പ്രോട്ടീന്റെ പേര്. കോൺകയോളിൻ ഉൽപ്പാദിപ്പിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഉടൻ തന്നെ ഇറിറ്റേഷൻ ഉണ്ടാക്കുന്ന ഈ വസ്തുവിനെ അത് അങ്ങ് പൊതിയും. കോൺകയോളിൻ അറിയപ്പെടുന്നത് ബയോളജിക്കൽ ഗ്ലൂ എന്നാണ്. ഈ ബയോളജിക്കൽ ഗ്ലൂ അഥവാ ജൈവ പശയാണ് കാൽഷ്യം കാർബണേറ്റിന്റെ പരലുകളെ തമ്മിൽ ഒട്ടിപ്പിടിപ്പിച്ച് നിർത്തുന്നത്. കോൺകയോളിൻ ഉൽപ്പാദിപ്പിക്കപ്പെട്ട് കഴിഞ്ഞാൽ അതിന്റെ പിന്നാലെ പേൾ സാക്ക് അരാഗണൈറ്റും ഉൽപ്പാദിപ്പിക്കും. ഓർക്കുമല്ലോ, അരാഗണൈറ്റ് എന്ന് പറയുന്നത് കാൽഷ്യം കാർബണേറ്റിന്റെ ഒരു വകഭേദമാണ്. അങ്ങനെ ഒന്നു പിറകെ ഒന്നായി കോൺകയോളിന്റെയും അരാഗണൈറ്റിന്റെയും ഇടവിട്ടുള്ള നൂറുകണക്കിന് അടരുകൾ ചേർന്നാണ് മുത്ത് ഉണ്ടാവുന്നത്. പേൾ ഓയിസ്റ്ററിന്റെ ഉൾവശം വളരെ മിനുസമുള്ളതാണ്, തിളക്കമുള്ളതാണ് എന്ന് പറഞ്ഞ അതേ സ്വഭാവം തന്നെയായിരിക്കും ഈ പറഞ്ഞ മുത്തിനും ഉണ്ടാവുക. അപ്പൊ ചുരുക്കത്തിൽ ഉള്ളിൽ ബന്ധപ്പെട്ട് മണൽത്തരി മൂലം ഉണ്ടാകുന്ന ഇറിറ്റേഷൻ കുറയ്ക്കാൻ വേണ്ടിയാണ് അതിന് മുകളിൽ, ആ മണൽത്തരിക്ക് മുകളിൽ തിളക്കമുള്ള മിനുസമുള്ള ആവരണം കൊണ്ട് പൊതിയുന്നത്. ഇതാണ് ഒടുവിൽ മുത്തായി മാറുന്നത്. ചിപ്പിയുടെ ഉള്ളിൽ ഉണ്ടാകുന്ന മുത്തിന്റെ രൂപീകരണത്തിന് കോൺകയോളിൻ എന്ന പ്രോട്ടീൻ വളരെ അത്യന്താപേക്ഷിതമാണ്. കാരണം കോൺകയോളിൻ ഇല്ലാതെ കാൽഷ്യം കാർബണേറ്റ് ക്രിസ്റ്റലുകൾ തമ്മിൽ ഒട്ടിപ്പിടിക്കുകയുമില്ല, മുത്തിന് യഥാർത്ഥമായ ഒരു കൃത്യമായ റൗണ്ട് ഷേപ്പ് കിട്ടുകയുമില്ല. എന്നാൽ ഒരു മുത്തുച്ചിപ്പി ഉൽപ്പാദിപ്പിക്കുന്ന എല്ലാ മുത്തുകളും വെള്ള നിറത്തിലാകണം നിർബന്ധമില്ല. ഓയിസ്റ്ററിന്റെ സ്പീഷീസ്, വർഗം ഏതാണ്, അവർ താമസിക്കുന്ന വെള്ളത്തിന്റെ കണ്ടീഷൻ, ആ ജീവിയുടെ ഭക്ഷണം, നേക്രിയസ് ലെയറിന്റെ തിക്നെസ്, ഇതെല്ലാം അടിസ്ഥാനപ്പെടുത്തി ഉണ്ടാവുന്ന മുത്തിന് പല നിറങ്ങളുണ്ടാവാം. ഉദാഹരണത്തിന് പിങ്ടാഡ മാർജന്റിഫെറ എന്ന മുത്തുച്ചിപ്പി ഉൽപ്പാദിപ്പിക്കുന്നത് തിളക്കമുള്ള കറുത്ത മുത്തുകളാണെങ്കിൽ പിങ്ടാഡ മാക്സിമ ഉൽപ്പാദിപ്പിക്കുന്നത് തിളക്കമുള്ള സ്വർണ്ണ നിറത്തിലുള്ള മുത്തുകളാണ്. എല്ലാ ബൈവാൽവുകളും അഥവാ രണ്ട് പുറന്തോടുള്ള കക്ക ജീവികളും കക്കവർഗ്ഗങ്ങളുള്ള ജീവികളും പേൾ അഥവാ മുത്ത് ഉണ്ടാക്കുമോ? പേൾ എന്ന മുത്ത് ഉൽപ്പാദിപ്പിക്കുന്നത് കക്ക എന്ന ജീവികളുടെ ഒരു ഡിഫൻസ് മെക്കാനിസം ആണെങ്കിലും എല്ലാ ബൈവാൽവുകൾക്കും ഇതിനുള്ള കഴിവില്ല എന്നുള്ളതാണ് സത്യം. ആഭരണങ്ങൾ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ഹൈ വാല്യൂ ഉള്ള അഥവാ ഉയർന്ന മൂല്യമുള്ള മുത്തുകൾ ഉൽപ്പാദിപ്പിക്കുന്നവയെ ട്രൂ ഓയിസ്റ്റർ എന്നാണ് വിളിക്കപ്പെടുന്നത്. സൗത്ത് സീ പേൾ ഉൽപ്പാദിപ്പിക്കുന്ന പിങ്ടാഡ മാക്സിമ, തെഹീഷാൻ ബ്ലാക്ക് പേൾ ഉൽപ്പാദിപ്പിക്കുന്ന പിങ്ടാഡ മാർജന്റിഫെറ, അക്കോയ പേൾ ഉൽപ്പാദിപ്പിക്കുന്ന പിങ്ടാഡ ഫ്യൂക്കേറ്റ, ഇവരാണ് ട്രൂ പേൾ ഓയിസ്റ്റർ. എന്നാൽ മറ്റു ചില ബൈവാൽവുകൾക്കും മുത്ത് ഉൽപ്പാദിപ്പിക്കാനുള്ള കഴിവുണ്ട്. ഉദാഹരണത്തിന് നദികളിൽ കാണപ്പെടുന്ന എരുമക്കക്ക അല്ലെങ്കിൽ ആനക്കക്ക, ലാംബ്രിഡൈൻസ് മാർജിനാലിസ്, ഇവയ്ക്കും മുത്ത് ഉൽപ്പാദിപ്പിക്കാനുള്ള കഴിവുണ്ട്. അതേപോലെ കടലിൽ കാണപ്പെടുന്ന മറ്റൊരു ബൈവാൽവ് മൊളസ്കാണ് പെൻഷെൽ, അട്രീന, പിന്ന എന്നിവയെല്ലാം ഉദാഹരണങ്ങളാണ്. ഇവർക്കും മുത്ത് ഉൽപ്പാദിപ്പിക്കാനുള്ള കഴിവുണ്ട്. എന്നാൽ ട്രൂ പേൾ ഓയിസ്റ്റർ ഉൽപ്പാദിപ്പിക്കുന്ന മുത്ത് ഒഴികെ ബാക്കിയുള്ളവയൊന്നും ഉൽപ്പാദിപ്പിക്കുന്ന മുത്തിന് യഥാർത്ഥത്തിൽ അത്ര വിപണന മൂല്യം ഉണ്ടാവുകയില്ല എന്നുള്ളതാണ് സത്യം. കാരണം പലപ്പോഴും ഇവർ ഉൽപ്പാദിപ്പിക്കുന്ന മുത്തുകൾ
വ്യക്തമായ ഷേപ്പ് ഉള്ളവയോ തിളക്കമുള്ളവയോ ആയിരിക്കാൻ ഇടയില്ല. മുത്തുച്ചിപ്പി അഥവാ പേൾ ഓയിസ്റ്റർ സാധാരണഗതിയിൽ അത്ര പ്രാധാന്യമുള്ള ഒരു ഭക്ഷ്യ വസ്തുവായി കണക്കാക്കാറില്ല. ഒരു എസ്റ്റീംഡ് ഫുഡ് അല്ല മറ്റ് കക്കകളെ പോലെ. കാരണം ഇവയുടെ ഇറച്ചി പലപ്പോഴും കട്ടിയുള്ളതും രുചി കുറവുമായിരിക്കും. എന്നാൽ പല രാജ്യങ്ങളിലും പല നാടുകളിലും പല സംസ്കാരങ്ങളിലും മുത്തിന്റെ വിളവെടുപ്പിന് ശേഷം ഇതിന്റെ ഇറച്ചി ആ നാട്ടുകാർ ഭക്ഷിക്കാറുമുണ്ട്. അപ്പൊ മുത്തുച്ചിപ്പിയുടെ ഉള്ളിൽ വീണ് മഴത്തുള്ളിയാണ് അല്ലെങ്കിൽ മഞ്ഞുതുള്ളിയാണ് മുത്തായി മാറുന്നത് എന്ന കാവ്യഭാവനയല്ല യഥാർത്ഥത്തിൽ മുത്തിന് പിന്നിലെ കാരണം ശാസ്ത്രം എന്ന് മനസ്സിലായല്ലോ. സ്വന്തം ശരീരത്തിൽ ആ ജീവി കാണിക്കുന്ന ഒരു ചെറിയ ലളിതമായ പ്രതിരോധ സംവിധാനമാണ് കാലം മായ്ക്കാത്ത ഭംഗിയുടെയും സൗന്ദര്യത്തിന്റെയും ഉദാഹരണമായ മുത്ത് ഉണ്ടാവാൻ കാരണം. പ്രകൃതിയുടെ അതിസങ്കീർണമായ കലാവിരുതുകൾക്ക് മറ്റൊരു ഉദാഹരണം. അടുത്തൊരു തവണ നിങ്ങൾ മുത്തിനെക്കുറിച്ച് പേളിനെക്കുറിച്ച് വായിക്കാനിടയാവുകയോ അറിയാനിടയാവുകയോ ചെയ്താൽ അഥവാ കാണാൻ സാധിച്ചാൽ ഓർക്കുക, അത് വിലമതിക്കാനാകാത്ത വെറും ഒരു വസ്തു മാത്രമല്ല, ഒരു ജീവിയുടെ പ്രതിരോധത്തിന്റെ കഥയാണ്. മറ്റൊരു വിഷയവുമായി അടുത്ത വഴി നമുക്ക് വീണ്ടും കാണാം.